പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുഖവും ശുഭവുമായിരിക്കുന്നല്ലോ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ചിറകിൻ്റെ മറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ മറവിൽ നിങ്ങളായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പുതിയ ദിവസത്തിൽ, പുതിയ പ്രഭാതത്തിൽ നിങ്ങളോട് ഇന്ന് പകൽ സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ വചനം ഇതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യമാണ്. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴവുകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴവുകളെയും ക്ഷമിക്കുകയില്ല. മറ്റൊരു വാക്യം പറയുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയാണ്. ആ ദീനക്കാരനെ സൗഖ്യമാക്കും, എഴുന്നേൽപ്പിക്കും, ജീവൻ വെപ്പിക്കും. ഇന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇടയിൽ കിടക്കുന്ന ഒരു വിഷയമാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പലരോടും നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, നമുക്ക് അവരോട് പൊറുക്കുവാൻ കഴിയുന്നില്ല. ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ അവർക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് അവർക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളും ദൈവത്തിന് മറുപടി നൽകുവാൻ കഴിയുന്നില്ല. ഇന്നു പകൽ നിങ്ങൾ വാസ്തവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ചാൽ നിങ്ങളുടെ പിഴവുകളെയും ദൈവം ക്ഷമിക്കും. അതുമാത്രമല്ല, ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത വിഷയങ്ങളുടെ മേൽ ദൈവം മറുപടി അയച്ചിരിക്കും. തീർച്ചയാണ്. നിങ്ങളുടെ പിഴവുകളാണ് നിങ്ങളുടെ വിഷയങ്ങളെ, നിങ്ങളുടെ വിടുതലുകളെ തടയുന്നത്. അതിന് പിശാചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ആഭിചാരങ്ങളെയോ മന്ത്രവാദങ്ങളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ, നിങ്ങളുടെ മനോഭാവത്തിന് മാറ്റം വന്നാൽ, നിങ്ങളുടെ വിഷയത്തിന് മറുപടി ഉറപ്പാണ്. ആയതിനാൽ ഈ വചനം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനങ്ങൾ വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മർക്കോസ് 11:25 ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തൊന്ന് വായിക്ക്, ഒന്ന് ധ്യാനിക്ക്. ഇന്ന് പകൽ ആ വചനം നിങ്ങളെ ആള് മാറിയവനെ പോലെ ആക്കി തീർക്കും. ഗോഡ് ബ്ലെസ് യു.